Hello children. In the previous video we talked about resistance. അല്ലേ നമ്മൾ എന്താ കൺക്ലൂഡ് ചെയ്തത്? In a circuit, how much current should flow? That is being decided by the resistance of that circuit. അല്ലേ അപ്പോൾ ദീസ് ആർ സം ഓഫ് ദ റെസിസ്റ്റേഴ്സ്. ഇങ്ങനെയാണ് ഉണ്ടാവുക റെസിസ്റ്റേഴ്സ്. നമ്മൾ സർക്യൂട്ടിൽ എത്ര കറണ്ട് വേണോ അതിനനുസരിച്ച് എത്ര റെസിസ്റ്റൻസ് വെച്ചാലും ആ കറണ്ട് വരും. ദറ്റ് ആൻഡ് ഓൾ വി ക്യാൻ കാൽക്കുലേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓംസ് ലോ. പിന്നെ ഇങ്ങനത്തെ റെസിസ്റ്റൻസസ് ആണ് സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുക. ഇനിയൊരു റെസിസ്റ്റൻസ് ദാറ്റ് വി യൂസ് ഇസ് ദ വേരിയബിൾ റെസിസ്റ്റൻസ്. അതിനെ പറയാം റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റ് ഇസ് എൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഹെൽപ്സ് യു ടു വേരി ദ റെസിസ്റ്റൻസ്. ഒരു സർക്യൂട്ടിൽ തന്നെ റെസിസ്റ്റൻസ് കുറയ്ക്കാനും കൂട്ടാനും സഹായിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ കഴിച്ച് വേറെ റെസിസ്റ്റൻസ് ഫിറ്റ് ചെയ്യുക അങ്ങനത്തെ ആവശ്യം വരില്ല, ഒരു റിയോസ്റ്റാറ്റ് മാത്രം വെച്ചാൽ മതി. ഈ വേരിയബിൾ റെസിസ്റ്റൻസിൽ ഈ ബ്ലാക്ക് ആയിട്ട് കാണുന്ന ഈ കോയിൽ, ഈ റീജിയൻ ആണ് റെസിസ്റ്റൻസ് ഉള്ള റീജിയൻ. അപ്പോൾ ഇവൻ്റെ കറണ്ട് ഫ്ലോസ് ത്രൂ ദാറ്റ് റീജിയൻ. വാട്ട് വിൽ ഹാപ്പൻ? കറൻറ്റിന് ഇവിടെ ഭയങ്കര റെസിസ്റ്റൻസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ റിയോസ്റ്റാറ്റിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് ചെയ്യാം? യു ഫിറ്റ് വൺ ടെർമിനൽ ഹിയർ ആൻഡ് യു ആർ ഫിറ്റിംഗ് ദ അനദർ ടെർമിനൽ ഹിയർ, അല്ലേ? അപ്പോൾ കറൻറ്റിൻ്റെ പാത്ത് എന്താണ്? കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ വരും, പിന്നെ ഇത്രയും ഭാഗത്ത് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും, പിന്നെ കറണ്ട് ഇവിടുന്ന് ഇങ്ങനെ പോവും ആൻഡ് ദെൻ കംപ്ലീറ്റ്സ് ദ സർക്യൂട്ട്, അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാര്യമായിട്ട് കാണാനുള്ളത്, ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇതാണ് റെസിസ്റ്റൻസ് തീരുമാനിക്കുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഈ നോബിനെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇതിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ എന്താവും? ഇത് കറണ്ടിൻ്റെ പാത്ത് ഈ കൂടി വന്ന് ഇങ്ങനെ മേലെ കൂടി പോയി വരും, അല്ലേ? ആൻഡ് ഇറ്റ് വിൽ കംപ്ലീറ്റ് ദ സർക്യൂട്ട്. അപ്പോൾ ഈ ചെറിയ ഡിസ്റ്റൻസ് മാത്രമാണ് കറണ്ടിന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യേണ്ടി വന്നത്. ഈ നോബിനെ മൂവ് ചെയ്തിട്ട് യു ക്യാൻ ചേഞ്ച് ഹൗ മച്ച് ഓഫ് ദ റെസിസ്റ്റൻസ് ദ കറണ്ട് ഹാസ് ടു ഫേസ്. അപ്പോൾ ഈ നോബിനെ വേരി ചെയ്തിട്ട് യു ക്യാൻ വേരി ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. അപ്പോൾ ദാറ്റ് ഈസ് വൈ ദിസ് ഇസ് കോൾഡ് വേരിയബിൾ റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി നമ്മൾ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം അത് നോക്കാം. ദീസ് ആർ ദ ടു വേസ് ബൈ വിച്ച് യു ക്യാൻ കണക്ട് റെസിസ്റ്റൻസസ്. ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് നമുക്ക് എന്തും ആവാട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൺസിഡർ ദിസ് ടു ബി എ ലൈറ്റ് ബൾബ് ആൻഡ് ദിസ് ടു ബി എ ഫാൻ ആൻഡ് ഒരു മോട്ടറായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ മൂന്നിനും നമുക്ക് കണക്ട് ചെയ്യാനുള്ള ടു വേസ് ഉണ്ട്. വൺ ഇസ് എ സീരീസ് കണക്ഷൻ ആൻഡ് അനദർ ഇസ് എ പാരലൽ കണക്ഷൻ. സീരീസ് കണക്ഷനിൽ എന്താണ്? പവർ സോഴ്സിൽ നിന്ന് ഒരു ലൈൻ ഓഫ് കണക്ഷൻ പോയിട്ട് എന്താ നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ദേ ആർ വരിക്കായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. Means end to end connection is there. From here it is connected, from here it is connected. അങ്ങനെ end to end connection is there. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ ഫ്ലോ ചെയ്യാൻ, ഇലക്ട്രോൺസ് വിൽ ഓൾവേസ് ഫ്ലോ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്, അല്ലേ? അപ്പോൾ ഇലക്ട്രോണിന് ഫ്ലോ ചെയ്യാൻ ഇവിടുന്ന് പോയി ഈ കൂടി പാസ് ചെയ്തിട്ട് only then it can pass through the second and only then it can pass through the third and then only come back to the final. Okay, അപ്പോൾ this is the path of the electrons in a series connection. ഓക്കെ, അതേപോലെ പാരലൽ കണക്ഷനിൽ എന്താ സംഭവം? ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാൻ ഇറ്റ് ക്യാൻ ഫ്ലോ ഫ്രം ദ നെഗറ്റീവ് ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് ഹിയർ, ഇവിടെ അതിന് ചോയ്സ് ഉണ്ട്. ഇലക്ട്രോണിക്ക് ചോയ്സ് ഉണ്ട്. ഇറ്റ് ക്യാൻ ഗോ ത്രൂ ദിസ് ഓർ ഇറ്റ് ക്യാൻ ഗോ ത്രൂ ദിസ് ഓർ ഇറ്റ് ക്യാൻ ഗോ ത്രൂ ദിസ്, അല്ലേ? അതേപോലെ ഈ ആഫ്റ്റർ പാസിങ് ത്രൂ ദ റെസിസ്റ്റൻസ് കം ബാക്ക് ലൈക്ക് ദിസ്. അപ്പോൾ ഈ കണക്ഷനെ പറയാം പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷനിൽ എന്താണ്? ഓൾ യുവർ appliances, they have direct connection with the source. Okay, direct connection to the power point. ഇങ്ങനത്തെ കണക്ഷനാണ് പറയുക പാരലൽ കണക്ഷൻ. അപ്പോൾ ഈ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനിൽ ഏതായിരിക്കും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാം? ജസ്റ്റ് ഇമാജിൻ ഇഫ് ഇറ്റ് വാസ് ദ സീരീസ് കണക്ഷൻ ദാറ്റ് ഈസ് ബീങ് യൂസ്ഡ് ഇൻ അവർ ഹൗസ്. അപ്പോൾ നിങ്ങൾക്കൊരു ഫ്രിഡ്ജ് ഓൺ ചെയ്യണമെങ്കിൽ ഈ പവർ യു ഹാവ് ടു പുട്ട് ഇറ്റ് ഓൺ, അല്ലേ? ഈ പവർ ഓൺ ചെയ്താൽ ഓൾ യുവർ ബൾബ് ആൻഡ് യുവർ ഫാൻ വിൽ ഓൾസോ ഗ്ലോ അലോങ് വിത്ത് യുവർ ഫ്രിഡ്ജ്, അല്ലേ? ഇങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ടായാൽ ഫാനും ഓണാവും, ബൾബും ഓണാവും, ഫ്രിഡ്ജും ഓണാവും, അല്ലേ? വെറും ഫ്രിഡ്ജ് മാത്രം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കണക്ഷനിൽ ഓൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു വലിയ ഡ്രോബാക്ക് തന്നെയാണ്, അല്ലേ? അത് ഒരു സീരീസ് കണക്ഷനിൽ. ഇനി സെക്കൻഡ് എന്താ ഇതിൽ വരുന്നത്? ഇങ്ങനെ നിങ്ങൾ ഓരോ
ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെ ഒരു സീരീസിൽ കണക്ട് ചെയ്താൽ ഈ പാവം ഇലക്ട്രോണിന് പാസ് ചെയ്ത് ഓരോ സംഭവത്തിൽ കൂടി പോയി വരുമ്പം അതിന് ഇലക്ട്രോണിലെ എനർജി ലോസായി വരും അല്ലേ. അപ്പോൾ നിങ്ങളൊരു ലൈറ്റും ഫാനും പിന്നെ ഒരു മോട്ടർ വെക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇലക്ട്രോൺ മോട്ടർ കൂടി പാസ് ചെയ്ത് വന്നാൽ നിങ്ങൾ ലൈറ്റിലേക്കും ഫാനിലേക്കും ഒന്നും അതിന് എനർജി ബാക്കി ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് നിങ്ങളിപ്പം ഒരു പാരലൽ കണക്ഷനിൽ നോക്കുകയാണെങ്കിലോ, നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് പാരലൽ കണക്ഷനാണ്. അപ്പോൾ ഇതെന്താണ്, ഇഫ് ദിസ് ഈസ് യുവർ ബൾബ്, ദിസ് ഈസ് യുവർ ഫാൻ ആൻഡ് ദിസ് ഈസ് യുവർ മോട്ടർ. അപ്പോൾ നിങ്ങൾക്ക് ബൾബും ലൈറ്റും മാത്രം ഇട്ടാൽ മതി, മോട്ടർ ഇപ്പോൾ ഇവിടെ ഇടേണ്ട ആവശ്യമില്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സ്വിച്ച് ദിസ് ഓഫ്. നോ, അപ്പോൾ electrons will not flow through it. Electrons will have a flow through this and it will have a flow through this. ഇനി ഏത് സർക്യൂട്ട് കൂടിയാണ് എത്ര കറണ്ട് പോകണം, ദാറ്റ് വിൽ ബി ഡിസൈഡഡ് ബൈ ദ റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് സർക്യൂട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കുഞ്ഞു സർക്യൂട്ട്സ് ആയിട്ട് കറണ്ട് വിൽ ബി ഏബിൾ ടു ഫ്ലോ. ഓക്കെ, അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ യൂസ് ചെയ്തിട്ട് കറണ്ട് വിൽ ബി ഏബിൾ ടു ഫ്ലോ ത്രൂ ഓൾ യുവർ അപ്ലയൻസസ്. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് അപ്ലയൻസിനെ വർക്കിംഗ് ആക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഈ സീരീസ് കണക്ഷനൊക്കെ നമ്മൾ കാണുന്നത് ഈ മാരേജ് ഡെക്കറേഷനിലൊക്കെ യൂസ് ചെയ്യാൻ, ഫെസ്റ്റിവൽസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ലൈറ്റ്സ് യൂസ് ചെയ്യൂലേ, ഒരു കണ്ടിന്യൂസ് ലൈൻ ഓഫ് ലൈറ്റ്സ്, അതിനൊക്കെ സീരീസ് കണക്ഷനാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിലെന്താ കുറേ ലൈറ്റ്സ് ഇങ്ങനെ വരക്കി ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് യുവർ സീരീസ് കണക്ഷൻ. അപ്പോൾ ഇതിലെന്താ പ്രശ്നമാവും, ചിലപ്പം ഏതെങ്കിലും ഒരു ബൾബ് കേടായിപ്പോയി, ഫ്യൂസായിപ്പോയി, അപ്പോൾ ആ ഫുൾ ലൈൻ ഗ്ലോ ചെയ്യില്ല, ആ ഫുൾ ലൈൻ പ്രോബ്ലം ആവും, കറണ്ട് ഫ്ലോ ചെയ്യില്ല, ലൈറ്റ്സ് കത്തൂല. അപ്പോൾ അങ്ങനത്തെ ഒരു ഒറ്റ ബൾബ് കേടായാലും ആ ഫുൾ ബൾബ് ചെക്ക് ചെയ്യണം. ഇനി ആ ഇലക്ട്രീഷ്യൻ വന്നിട്ട് എല്ലാ ബൾബ് ചെക്ക് ചെയ്യും, ഏത് ബൾബാണ് കേടായത്, എന്നിട്ട് ആ ബൾബിനെ റിപ്ലേസ് ചെയ്താൽ ദെൻ ദ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദാറ്റ് ലൈൻ അല്ലേ. അങ്ങനെ സീരീസ് കണക്ഷൻ അത്ര യൂസ് ചെയ്യലില്ല. നമ്മൾ സ്റ്റഡീസിന് വേണ്ടിയിട്ടും ഇലക്ട്രോണിക് സ്റ്റഡീസിന് വേണ്ടിയിട്ട് ലാബിലും പിന്നെ അങ്ങനെ ചെറിയ എക്യുപ്മെൻറ്റ്സിലൊക്കെ മാത്രമാണ്, പിന്നെ ഈ ഫാരി ലൈറ്റ്സിന് വേണ്ടിയിട്ടാണ് സീരീസ് കണക്ഷൻ യൂസ് ചെയ്യാം. അതർവൈസ് നമ്മൾ വീട്ടിൽ കാണുന്ന കണക്ഷൻസൊക്കെ പാരലൽ കണക്ഷനാണ്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് നോക്കാം ഫ്രം യുവർ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ, ഫ്രം യുവർ സ്റ്റഡീസ് പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് എന്താ പഠിക്കാനുള്ളത്. ഈക്വിവാലൻറ്റ് റെസിസ്റ്റൻസ് ഓഫ് എ സർക്യൂട്ട്, ഇതാണ് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് പഠിക്കാനുള്ളത് ഫോർ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ. ഇപ്പോൾ ഒരു സീരീസ് കണക്ഷൻ ആവട്ടെ ഒരു പാരലൽ കണക്ഷൻ ആവട്ടെ, അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ലെറ്റ് us കൺസിഡർ എ സീരീസ് കണക്ഷൻ. അപ്പോൾ ഈ സീരീസ് കണക്ഷനിൽ ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും, അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ദാറ്റ് ഈസ് വാട്ട് ഈസ് യുവർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ലെറ്റ് us have a series connection where there are 3 resistances അല്ലേ. let this be your R1, this be your R2 and this be your R3. ഓക്കെ, അപ്പോൾ ഈ 3 റെസിസ്റ്റൻസസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പോയിൻറ്റിലെ ഇവിടുത്തെ പോയിൻറ്റും ഇവിടുത്തെ പോയിൻറ്റും, these 2 points will have a potential difference equal to what is being given by the battery അല്ലേ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇവിടെ വെച്ചിട്ട് ഒരു വോൾട്ട് മീറ്റർ വെച്ച് നോക്കാം. ഓക്കെ, ഈ പോയിൻറ്റ്സിൽ അപ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുന്നത്, ദാറ്റ് യു റെക്കോർഡ്. ഓക്കെ, that first you record how much is the potential difference. ഇനി നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഇലക്ട്രോണിന് വെൻ ഇറ്റ് ഈസ് ഫ്ലോയിങ് ഫ്രം ദ നെഗറ്റീവ് ടെർമിനൽ ലൈക്ക് ദിസ്, അതിന് ഫസ്റ്റ് ഈ റെസിസ്റ്റൻസ് കൂടി ഫ്ലോ ചെയ്ത് വരുമ്പം അതിൻ്റെ കുറച്ച് എനർജി അവിടെ ലോസ് ആവും. പിന്നെ ഈ റെസിസ്റ്റൻസ് കൂടി ആ സെയിം ഇലക്ട്രോണാണ് ഫ്ലോ ചെയ്യുന്നത്, അപ്പോൾ ഇനിയും കുറച്ച് ലോസ് ആവും. പിന്നെ അങ്ങനെ അപ്പോൾ ആ എത്ര റെസിസ്റ്റൻസ് ഉണ്ട് അതിനനുസരിച്ച് ഇലക്ട്രോൺ വന്ന് അവിടെ അതിൻ്റെ ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ വിൽ ഗോ ഓൺ ഡിക്രീസിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ എന്താ ഊഹിക്കാൻ പറ്റാം, ഓക്കെ ഇപ്പോൾ ഓരോ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ എങ്ങനെ നമ്മൾ മെഷർ ചെയ്യുക, ഈസി, യു ജസ്റ്റ് കണക്ട് എ വോൾട്ട് മീറ്റർ ടു ഈച്ച് ഓഫ് ദം. ഇവിടെ ഒരു വോൾട്ട് മീറ്റർ, പിന്നെ ഈ 2 പോയിൻറ്റിൻ്റെ ഇടയിൽ ഒരു വോൾട്ട് മീറ്റർ, അതേപോലെ ഈ 2 പോയിൻറ്റിൻ്റെ ഇടയിൽ ഒരു വോൾട്ട് മീറ്റർ. ഇഫ് യു കണക്ട് എ വോൾട്ട് മീറ്റർ ലൈക്ക് ദിസ്, യു വിൽ ഗെറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് ഓഫ് ദ റെസിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ എന്താ കണ്ടത്, ഫുൾ ഓവറോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുമ്പം അത് ഈ ബാറ്ററി തരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് നോക്കിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
പിന്നെ നിങ്ങൾ നോക്കുന്നത് ഓരോ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം R1ൻ്റെ അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 ആയിക്കോട്ടെ, R2ൻ്റെ അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 ആയിക്കോട്ടെ, ആൻഡ് R3ൻ്റെ അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V3 ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 വാല്യൂസ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടി. ഇനി കറണ്ടിൻ്റെ എന്താ സംഭവം, അത് യു മെഷർ വിത്ത് എൻ ആമ്മീറ്റർ. ഫസ്റ്റ് യു കീപ്പ് എൻ ആമ്മീറ്റർ ഹിയർ. അപ്പോൾ ഓവറോൾ ഈ സർക്യൂട്ടിൽ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അത് കാണാൻ പറ്റും അല്ലേ. Then what you do, you keep an ammeter here. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറണ്ട് ഈ കൂടി എത്ര വരുന്നുണ്ട് അതൊന്ന് മെഷർ ചെയ്ത് നോക്കുക. പിന്നെ യു കീപ്പ് എൻ ആമ്മീറ്റർ ഹിയർ. Then again you measure how much current is going. Then you keep an ammeter here. Everywhere possible you keep the ammeter in the connection and check the flow of current. So ഇങ്ങനെ ചെയ്തപ്പം what was found, the current remains same throughout. ഓക്കെ, ബിക്കോസ് ഈ മൂന്നത്തിൻ്റെ റെസിസ്റ്റൻസ് നോക്കിനനുസരിച്ചാണ് കറണ്ട് വരിക ബാറ്ററിയിൽ നിന്ന് അല്ലേ. അപ്പോൾ ആ കറണ്ട് ഈസ് ഗോയിങ് ടു ബി സെയിം ത്രൂ ഔട്ട് ദ കണക്ഷൻ. അപ്പോൾ ഒരു സീരീസ് കണക്ഷനിൽ നമ്മൾ എന്താ കാണുന്നത്, ദ കറണ്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേരീസ് വിത്ത് ദ റെസിസ്റ്റൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേരീസ് വിത്ത് ദ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം. ഓക്കെ, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പം നിങ്ങൾ എന്താ കാണുക, ദ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. അപ്പോൾ വാട്ട് യു ക്യാൻ റൈറ്റ്, V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടെത്തിയത്. ബട്ട് ദെൻ വീൻ്റെ റിലേഷൻഷിപ്പ് വി ക്യാൻ നോ ബൈ ഓംസ് ലോ. സോ വി ക്യാൻ റൈറ്റ് ബൈ ഓംസ് ലോ V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. അപ്പോൾ V1 എന്തായിരിക്കും, I ഇൻറ്റു R1. നമ്മൾ I1 എടുക്കുന്നില്ല ബിക്കോസ് I റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. I എല്ലായിടത്തും സെയിം ആണ്. അപ്പോൾ I1 I2 I3 ഇല്ല, എല്ലായിടത്തും സെയിം I ആണ്. V1 വിൽ ബി വാട്ട്, I ഇൻറ്റു R1. V2 എന്താവും, I ഇൻറ്റു R2. V3 എന്താവും, I ഇൻറ്റു R3. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റിൽ കണ്ടത് എന്താണ്, ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇൻഡിവിജ്വൽ വോൾട്ടേജ് അല്ലേ. അപ്പോൾ V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 പറഞ്ഞല്ലോ. സോ യു ക്യാൻ റൈറ്റ് ഇൻ ദാറ്റ് പ്ലേസ് IR ഈസ് ഈക്വൽ ടു IR1 പ്ലസ് IR2 പ്ലസ് IR3. അപ്പോൾ ഈ I if you take common it will cancel out. So finally you will remain with total resistance in series is equal to R1 plus R2 plus R3. അപ്പോൾ ദിസ് ഇസ് സോ സിമ്പിൾ നോ. ഇൻ എ സീരീസ് കണക്ഷൻ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും, എല്ലാ റെസിസ്റ്റൻസിൻ്റെ ആഡ് ചെയ്തിട്ട് വരുന്ന റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് കോൺസെപ്റ്റ് വൈസും ക്ലാരിഫൈ വരുന്നുണ്ടല്ലോ. ടോട്ടൽ റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുക, അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ ഒരേ സീരീസ് കണക്ഷനിൽ വെച്ചാൽ അതിൻ്റെ റെസിസ്റ്റൻസ് ടോട്ടൽ സമ്മാ വരാം. അപ്പോൾ ടോട്ടൽ സം ഓഫ് ദ റെസിസ്റ്റൻസ് വരുമ്പം ഓവറോൾ റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ് അല്ലേ. ഇപ്പോൾ നിങ്ങളൊരു 1 ഓമിൻ്റെ 1 ഓം അങ്ങനെ 3 ഓംസിനെ സീരീസ് കണക്ഷനിൽ വെക്കുകയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താവും, 3 ഓംസ് ആവും. അപ്പോൾ ആ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് 3 ഓംസ് ആവും. അപ്പോൾ കറണ്ട് അത്രയും കുറയും. അപ്പോൾ സീരീസ് കണക്ഷനിൽ കറണ്ട് കുറഞ്ഞു പോവുക ചെയ്യാം അല്ലേ. കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവും, പക്ഷേ ആ ബാറ്ററിക്ക് നൽകാൻ പറ്റിയ കറണ്ട് കുറവായിട്ടാണ് വരിക പുറത്തേക്ക്. But this was how you reduce the relationship of total resistance in case of a series connection. Now let us consider a parallel connection. Okay, this is a parallel connection. They are asked what is the total resistance of a parallel connection. അപ്പോൾ ഫസ്റ്റ് ഇതിൽ നമുക്ക് നോക്കാം എന്താ സംഭവം, കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ കാര്യം. ഫസ്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ നോക്കുകയാണെങ്കിൽ ദിസ് പോയിൻറ്റ് ആൻഡ് ദിസ് പോയിൻറ്റ്, ആ പോയിൻ്റാണ് സെയിം. എല്ലാ റെസിസ്റ്റൻസിനും ആ പോയിൻറ്റിൻ്റെ അക്രോസ് നോക്കിയാൽ മതി. അപ്പോൾ ഇഫ് യു സീ എ വോൾട്ട് മീറ്റർ, കീപ്പ് എ വോൾട്ട് മീറ്റർ ആൻഡ് ചെക്ക് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഈ എല്ലാ റെസിസ്റ്റൻസിനും ആ പോയിൻ്റ് തന്നെയല്ലേ നോക്കേണ്ടി വരാം, അത് ബിക്കോസ് ദർ ആർ കോമൺ ജോയിൻ്റ് ആണ് അവിടെ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുന്ന റീഡിങ് വന്ന് വിൽ ബി ഈക്വൽ ടു വാട്ട് യുവർ ബാറ്ററി ഈസ് ഗിവിങ്. ബാറ്ററീൻ്റെ എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് തന്നെ ആയിരിക്കും ആ പോയിൻറ്റ്സിൽ. അപ്പോൾ നമ്മൾ കാണുന്ന എന്താ, പാരലൽ കണക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേരി ചെയ്യുന്നില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് യുവർ ഇഫ് ദിസ് ഇസ് R1 R2 ആൻഡ് R3, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R1 നോക്കണമെങ്കിലും ഈ കണക്ഷൻ തന്നെ നമുക്ക് നോക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R2 നോക്കണമെങ്കിലും ഈ പോയിന്റ് തന്നെ നമുക്ക് നോക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഗെയിൻസ്റ്റ് R3 ആണെങ്കിലും ഈ പോയിന്റ് തന്നെ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഈ റീഡിങ് കിട്ടുന്ന റീഡിങ് വിൽ ബി ഈക്വൽ ടു വാട്ട് യുവർ ബാറ്ററി ഈസ് ഗിവിങ്. അപ്പോൾ ഇൻ പാരലൽ കണക്ഷൻ വാട്ട് ഡു വി ഫൈൻഡ്, the potential difference remains constant.
Now let us see how the current, what is happening to the current. Okay, അപ്പോൾ ഫസ്റ്റ് യു കീപ്പ് എൻ ആമീറ്റർ ഹിയർ. അപ്പോൾ ഈ ആമീറ്റർ ഇവിടെ വെക്കുമ്പം ടോട്ടൽ ഓവറോൾ എത്ര കറണ്ടാണ് ഈ സർക്യൂട്ട് കൂടി ഫ്ലോ ചെയ്യുന്ന അതിൻ്റെ റീഡിങ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വാട്ട് യു ഡു, ഓരോ സ്ഥലത്ത് ആമീറ്റർ വെച്ച് നോക്കുക. ഫസ്റ്റ് ഇവിടെ ഒരു ആമീറ്റർ വെച്ച് നോക്കുക, അപ്പോൾ കറണ്ടിൻ്റെ റീഡിങ് എന്താണെന്ന് കിട്ടും. ഓക്കെ, ദെൻ വാട്ട് യു ഡു, കീപ്പ് എൻ ആമീറ്റർ ഹിയർ. ആ സർക്യൂട്ട് കൂടി കറണ്ടിൻ്റെ റീഡിങ് എത്രയാണെന്ന് മനസ്സിലാക്കുക. ദെൻ യു കീപ്പ് എൻ ആമീറ്റർ ഹിയർ. അപ്പോൾ ആ സർക്യൂട്ടിൻ്റെ കൂടെ കറണ്ടിൻ്റെ റീഡിങ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റീഡിങ് എടുത്തപ്പോൾ നമ്മൾ കാണുന്നത് എന്താ, കറണ്ട് വേറെ വേറെ ആണ് പോകുന്നത്. അതിൻ്റെ കാര്യം എന്തായിരിക്കും നിങ്ങൾക്കും അറിയാമല്ലോ. ബിക്കോസ് വേറെ വേറെ റെസിസ്റ്റൻസ് ആണ്, ആ റെസിസ്റ്റൻസ് ആണ് തീരുമാനിക്കുന്നത് എത്ര കറണ്ട് പോകാൻ പോകുന്നത്. അപ്പോൾ വേറെ വേറെ റെസിസ്റ്റൻസ് കൂടി വേറെ വേറെ കറണ്ടാണ് പോകുന്നത്. സോ യു വിൽ ഹാവ് 3 currents. അപ്പോൾ ലെറ്റ് കറണ്ട് അക്രോസ് R1 ബി I1, കറണ്ട് അക്രോസ് R2 ബി I2 ആൻഡ് കറണ്ട് അക്രോസ് R3 ബി I3. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പം കാണുന്ന എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് കറണ്ട് വേരീസ്. പക്ഷേ സീരീസിൽ എന്താ കണ്ടത്, കറണ്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേരീസ്. അപ്പോൾ this you have to keep in mind. Okay, in this case current is changing and we find that the total current I, നമ്മൾ ഇവിടെ വെച്ചിട്ട് കണക്ഷൻ വെച്ചിട്ട് കണ്ട കറണ്ട് I is equal to I1 plus I2 plus I3. അത് നമ്മൾ എക്സ്പെരിമെൻ്റലി കണ്ട സംഭവം. ഓക്കെ, ടോട്ടൽ കറണ്ട് I ഫ്ലോ ചെയ്യുന്ന ഒരു വാല്യൂ is equal to I1 plus I2 plus I3. അപ്പോൾ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. അതിൻ്റെ റിലേഷൻഷിപ്പ് നമുക്ക് ഓംസ് ലോ എന്താ പറഞ്ഞിരുന്നത്, I is equal to V by R അല്ലേ. അപ്പോൾ ഈ അതിൻ്റെ സ്ഥലത്ത് വാട്ട് വി ക്യാൻ റൈറ്റ് V by R. അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് എന്താവും, V by R is equal to, ഫസ്റ്റ് കേസ് എന്താ I1 എന്താവും V by R1, I2 എന്താവും V by R2, I3 എന്താവും V by R3. അപ്പോൾ നമ്മൾ if you substitute in the equation you will have V by R is equal to V by R1 plus V by R2 plus V by R3. V കോൺസ്റ്റൻ്റ് ആണ്, V ചേഞ്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് V1 V2 V3 എടുക്കുന്നില്ല. അപ്പോൾ then this V constant you can take out as common and it will cancel out. So you will have 1 upon R, that is 1 upon R resistance in connected in parallel RP is equal to 1 upon R1 plus 1 upon R2 plus 1 upon R3. അപ്പോൾ ഈ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്തായി, കുറഞ്ഞ്. അപ്പോൾ നിങ്ങൾ ഈ നിങ്ങൾക്ക് ഡിവിഷനിലാണ് കിട്ടുന്ന R മീൻസ് വാല്യൂ അത്രയും കുറവാണ് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താ കോൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ളത്, ഒരു പാരലൽ കണക്ഷൻ വെക്കുമ്പം ഓവറോൾ റെസിസ്റ്റൻസ് കുറയാ ചെയ്യുക, അപ്പോൾ കറണ്ട് കൂടുതൽ ഫ്ലോ ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഒരു പാരലൽ കോമ്പിനേഷനിൽ ഓവറോൾ റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു MCQ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. For example, dash remains constant in a series connection. So the answer is current. Second question, overall resistance dash in a parallel connection decreases in a parallel connection. Overall resistance dash in a series connection choicha it increases in a series connection. Dash remains constant in a parallel connection choicha potential difference remains constant in a parallel connection. അപ്പോൾ ഇത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ എങ്ങനെ തിരിച്ചും വലിച്ചും ചോദിച്ചാലും you should be able to answer. Okay, so with this we found 2 formulas for finding total resistance. Series connectionil engane, parallel connectionil engane total resistance inde kandettanath. Ini ningalku numericals korchu cheyanunde and you will have situations where you have combination of series and parallel also. appo korchu numericals നോക്കാം. അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സാമ്പിൾ സംസ് തന്നെ നോക്കാം. ഫസ്റ്റ് സം, an electric lamp whose resistance is 20 ohms and conductor of a 4 ohm resistance are connected to a 6 volt battery. Calculate the total resistance of the circuit, the current through the circuit and the potential difference across the electric lamp and the conductor. But first let us take down what is given. R1 is given as 20 ohms, R2 is given as 4 ohm. അപ്പോൾ ഇതൊരു സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് എന്താവും, R1 പ്ലസ് R2 ദാറ്റ് ഈസ് 24 ohms. വോൾട്ടേജ് തന്നിട്ടുണ്ട് 6 volts. പിന്നെ അവർ ചോദിച്ചത് എന്താണ്, കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. അപ്പോൾ കറണ്ട് ഇസ് I. അപ്പോൾ ഓംസ് ലോ വാട്ട് ഇറ്റ് ടെൽസ് I is equal to V upon R, V upon total resistance. അപ്പോൾ I is equal to 6 upon 24 and you will get it as 0.25. Then they are asking the potential difference across the lamp and the conductor. മീൻസ് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ഡിഫറൻസാണ് ചോദിക്കുന്നത്. അപ്പോൾ അക്രോസ് ദ ലാമ്പ് നോക്കുമ്പം I into R1 അല്ലേ, I കോൺസ്റ്റൻ്റ് ആയിരിക്കും
and across the conductor ചോദിച്ചാൽ it will be I into R2 അല്ലേ, that is I into 4. So current will be going to be same 0.25 in both the cases. So you will get V1 as 5 volts and V2 as 1 volt. In the circuit diagram that is given here, suppose the resistors R1, R2 and R3 have the values 5 ohm, 10 ohm and 30 ohm respectively, which have been connected to a battery of 12 volts. Calculate the current through each resistor, the total current in the circuit and the total circuit resistance. അപ്പോൾ അവർ ചോദിച്ച ഡയഗ്രാമാണ് ഇത്. അപ്പോൾ അതിൽ അവർ 3 റെസിസ്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ആസ് 5 ohms, 10 ohms and 30 ohms. So let us first write down what is given, and voltage is also given as 12 volts. അപ്പോൾ അവർ ചോദിക്കുകയാണ് കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ. മീൻസ് കറണ്ട് വേരി ഇപ്പോൾ പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് കറണ്ട് വേരി ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓരോ റെസിസ്റ്ററിൽ എത്ര കറണ്ട് ഉണ്ടെന്ന് നോക്കണമെങ്കിൽ വാട്ട്സ് ദ ഫോർമുല വി വിൽ യൂസ്? കറണ്ട് അക്രോസ് യുവർ റെസിസ്റ്റൻസ് R1 വിൽ ബി ഈക്വൽ ടു വാട്ട്? V by R1. V കോൺസ്റ്റൻ്റ് ആയിരിക്കും. V by R1. R2ൻ്റെ അക്രോസ് നോക്കുമ്പോൾ V by R2. R3ൻ്റെ അക്രോസ് നോക്കുമ്പോൾ V by R3. So when you substitute the values, you will get the answer. Current I1 as 2.4 amps, I2 as 1.2 amps and I3 as 0.4 amps. പിന്നെ അവർ ചോദിക്കാൻ ടോട്ടൽ കറണ്ട് എന്താവും? ഈ ഫുൾ കറണ്ടിനെ ആഡ് ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും ടോട്ടൽ കറണ്ട്. സോ I1 plus I2 plus I3, that is your 4 amps, you will get your answer. Then they are asking total സർക്യൂട്ട് ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര ആയിരിക്കും? അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ഇതൊരു പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് വി ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് 1/RP. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/R1 plus 1/R2 plus 1/R3. So when you solve, you can take 30 as your LCM. So you will have your 6 plus 3 plus 1, you will have it as 1/3. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം കുട്ടികളെ. 1/RP is equal to 1/3. So your RP is what? Reciprocal of 1/3. RP is equal to 3 ohms. ഇവിടെ കുറേ കുട്ടികൾ മിസ്റ്റേക്ക് ആക്കാൻ സാധ്യതയുണ്ട്. ഈ 1/RP കണ്ടെത്തിയിട്ട് അതന്നെ ഫൈനൽ ആൻസർ ആയിട്ട് എഴുതും. പക്ഷെ നമുക്ക് RP ആണ് വേണ്ടിയത്, 1/RP അല്ല വേണ്ടി. അപ്പോൾ RP is equal to 3 ohms. That should be your answer. അപ്പോൾ നമ്മൾ കണ്ട 2 സം, ഒരു പാരലൽ കണക്ഷൻ്റെ സം എങ്ങനെ സോൾവ് ചെയ്യുക, ഒരു സീരീസ് കണക്ഷൻ്റെ സം എങ്ങനെ സോൾവ് ചെയ്യുക. Now one more sum we will do which has a combination of both. In this figure R1 is equal to 10 ohm, R2 is equal to 40 ohm and R3 is equal to 30 ohm. R4 is equal to 20 ohm, R5 is equal to 60 ohms. And a 12 volt battery is connected to the arrangement. Calculate the total resistance in the circuit and the total current flowing in the circuit. So this is the diagram. ഇതിൽ R1 R2 തന്നിട്ടുണ്ട്, R3 R4 R5 തന്നിട്ടുണ്ട്. ഇനി ടോട്ടൽ റെസിസ്റ്റൻസ് കാണണം, പിന്നെ എന്താ കാണണം? ടോട്ടൽ കറണ്ട് ഫ്ലോയിങ്. ദാറ്റ് ഓൾസോ യു ഹാവ് ടു സീ. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ഇതിൽ കാണണേ? R1 and R2 ഒരു പാരലൽ കോമ്പിനേഷനിൽ കണക്റ്റഡ് ആണ്. R3 R4 and R5 വേറെ പാരലൽ കോമ്പിനേഷനിൽ കണക്റ്റഡ് ആണ്. ഈ രണ്ടാളും ഒരു സീരീസ് കോമ്പിനേഷനിൽ കണക്റ്റഡ് ആണ് ടു ദ മെയിൻ സർക്യൂട്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പാരലൽ റെസിസ്റ്റൻസ് അക്രോസ് R1 and R2 കാണാം. പിന്നെ റെസിസ്റ്റൻസ് അക്രോസ് ദിസ് R1 R4 R3 5 അവരുടെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാം. പിന്നെ ദാറ്റ് യു ഹാവ് ടു ഡു കൺസിഡർ ദം ആസ് സീരീസ് കണക്ഷൻ ആൻഡ് ദെൻ പ്രൊസീഡ്. സോ ലെറ്റ് us proceed like this. First R1 and R2ൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ യു വിൽ ലെറ്റ് ഇറ്റ് ബി R dash എന്ന് എടുക്കാം. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ? 1/R dash is equal to 1/R1 plus 1/R2. That you will solve, you will get 5/40. 1/R1 ആണ് 5/40. അപ്പോൾ R1 എന്താണ്? 40/5 അല്ലേ. 40/5 is what? 8 ohms. അപ്പോൾ R1 is equal to 8 ohms you are getting. അതേപോലെ ഈ R3 R4 R5ൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണണം. ലെറ്റ് ദാറ്റ് ബി R double dash. അപ്പോൾ 1/R double dash is equal to 1/R3 plus 1/R4 plus 1/R5. അപ്പോൾ ഇതിൻ്റെ LCM you can take it as 60. you will get 6/60. അത് 1/R ആണ്. അപ്പോൾ R എന്തായിരിക്കും? 60/6, that is 10 ohms. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പാരലൽ കോമ്പിനേഷൻസിൻ്റെ വേറെ ആയിട്ട് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി. ഫസ്റ്റ് ചങ്കിൻ്റെ 8 ohms ആയിരുന്നു, സെക്കൻഡ് ചങ്കിൻ്റെ 10 ohms ആയിരുന്നു. ഇനി ആ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ഇവർ രണ്ടാളും സീരീസ് കണക്ഷനിലാണ് കണക്റ്റഡ്. സോ യു വിൽ ടേക്ക് ഇറ്റ് ആസ് R dash plus R double dash, that is 8 plus 10, that is equal to 18 ohms you will get.
and then they are also asking the current flowing through the circuit. Total current എത്ര ആയിരിക്കും potential difference upon total resistance. Potential difference 12 തന്നിട്ടുണ്ട്. So V/R എടുക്കുമ്പം 12/18 നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് 18. അപ്പോൾ 12/18 you will get the answer 0.67 amps. So in this video only this much. One more topic remains of the chapter that we'll do in the next video. Okay children, bye.